ഹലോ, ഞങ്ങൾക്കിന്ന് 2 പേർക്കും ഓഫായിരുന്നു. അപ്പോൾ ചുമ്മാ ചൊറിയും കുത്തിയിരുന്നപ്പോഴാണ് ഫ്രണ്ട് പറഞ്ഞത് നമുക്കൊന്ന് കറങ്ങാൻ പോകാമെന്ന്. പിന്നെ ഒന്നും ഓർത്തില്ല, നേരെ ചടിക്കറിപ്പോയി. ഫ്രണ്ട് വന്ന് അവരുടെ കാറിൽ തന്നെ കൊണ്ടുപോയായിരുന്നു. നമ്മൾ കറങ്ങി തിരിഞ്ഞ് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഗ്ലാസ് വില്ലേജിലോട്ട്. ഇതായിരുന്നു ആ സ്ഥലം. നല്ല ഭംഗിയുണ്ടായിരുന്നു. 3-4 ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു ഓറഞ്ച് കളറിലെ ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അകത്ത് ഇത് മുന്തിരിക്കോല പോലെ തൂങ്ങിക്കിടക്കുമായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഗ്ലാസസ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിള്ളേരൊക്കെ വന്നിരുന്ന് ശരിക്കും ഇഷ്ടപ്പെട്ടെന്നെ. ഞാൻ ഇത്രയധികം വെറൈറ്റീസ് ഒന്നും കണ്ടിട്ടില്ല. കുറച്ചൊക്കെ വീഡിയോസിലും അല്ലാണ്ടും ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയധികം വെറൈറ്റീസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണമായിരുന്നു. പിന്നെ ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി. അത് കൂടുതലും ബേഡ്സിൻ്റെ കാര്യങ്ങളായിരുന്നു. ഒരുപാട് ബേഡ്സ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഇത്രയധികം വെറൈറ്റീസും കണ്ടിട്ടില്ല ബേഡ്സിൽ. അതൊക്കെ ചിലതൊക്കെ നല്ല ക്രിയേറ്റീവായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. തൊപ്പി വെച്ചിട്ടുള്ള ബേഡ്, കണ്ണാടി വെച്ച് വടിയൊക്കെ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ബേഡ്സ്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ വേറൊരു ഭംഗിയായിരുന്നു. പിന്നെ അല്ലാണ്ടും ഉണ്ടായിരുന്നു. നമ്മളവിടെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇരുന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അതിൻ്റെ അകത്ത് മേളിൽ ഇത് കണ്ടില്ലേ, കുറേ ചില്ലകളും കുറേ പക്ഷികളുടെ കൂടുകളും മുട്ടകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതും കാണാൻ നല്ല പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ ഇവിടെ മേളിൽ ചെന്നിട്ട് വേണം നമുക്കതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ മേളിലോട്ട് ചെന്ന് അവിടെ ചെന്ന് നിന്ന് ഇതെല്ലാം ഒന്ന് കണ്ട്, അവിടെ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് അവരവിടെ പക്ഷികളുടെ എല്ലാം ഒരു സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ കേട്ടുകൊണ്ട് നമ്മൾ ഭയങ്കര നമുക്കൊരു ഫീലിങ്സാണ് അതിൻ്റെ അകത്ത് നിൽക്കാൻ നേരത്ത്. ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ബൈനോക്കുലറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് വെച്ചൊക്കെ ചുമ്മാ ഒന്ന് നോക്കി. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും പിന്നെ ഫ്രണ്ട് അതിനെക്കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ തന്നു, ഓരോ കാര്യങ്ങളും. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വേറെ കുറേ ബിൽഡിങ്ങിലോട്ടൊക്കെ പോയി. അവിടെയും ചെന്ന് കുറേ ഐറ്റംസ് കണ്ടു. ഓരോന്നും കാണുമ്പോൾ നമുക്കിങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതെന്ത് സംഭവം, എങ്ങനെയാണിത്, എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി. നമ്മളെല്ലാം കണ്ടു. ഇത് കണ്ടു, ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു. നമ്മളീ പണ്ട് ബലൂണൊക്കെ കണ്ടിട്ടില്ലേ, പല ടൈപ്പിൽ ബലൂണൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ നീളത്തിലെ ബലൂണൊക്കെ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഈ റൂം ഫുള്ളുണ്ടായിരുന്നു. ഇതിൻ്റെ ഓരോന്നിൻ്റെ അടിയിൽ അതിൻ്റെ വില എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വില ഉണ്ടായിരുന്നു. ഒരുമാതിരിപ്പെട്ട സാധനത്തിനെല്ലാം നല്ല വില കുറവുള്ളതും വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പന്നിക്കുട്ടികൾ, പട്ടിക്കുട്ടി, അതൊക്കെ ഗ്ലാസ്സിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ ചെന്നപ്പോഴാണ് ഇത് കണ്ടില്ലേ, അതിൻ്റെ അകത്ത് അപ്പൂപ്പൻ താടിയാണെന്ന് തോന്നുന്നു, അതുപോലെ എന്തൊക്കെയോ പെറുക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ലേഡീസിന് വേണ്ടിയിട്ട് കുറച്ച് മാലകളും വളകളും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് ഗ്ലാസിൻ്റെ ഉണ്ട്, അല്ലാത്തതും ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് മൊത്തം കല്ലാണ്, കല്ലിൻ്റെ സാധനമാണ്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതിനും അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, വീട്ടിലൊക്കെ തൂക്കിയിടുന്ന ടൈപ്പ് കുറേ തോരണം പോലത്തെ ഐറ്റംസ് എല്ലാം നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ചോക്ലേറ്റ്സ്, നമ്മുടെ ഐസ്ക്രീമൊക്കെ. അല്ലാണ്ടും ഇത് 3-4 റൂമുകളിലായിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു അമ്മച്ചി അവിടെ ഇരുന്നുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ സോക്സ്, ഗ്ലൗസ് ഇതെല്ലാം തയ്ച്ചും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചെയ്യുന്ന ഗ്ലാസ്സൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടെയും കയറി നമ്മളതെല്ലാം കണ്ടു. പിന്നെ വേറൊരിടത്ത് ചെന്നപ്പോഴാണ് കണ്ടില്ല, മൊത്തം ഇരുമ്പിൻ്റെ കുറേ ഐറ്റംസ്, താക്കോല്, ഇതെല്ലാം മാലകളാണ്. പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ പുള്ളി ഇത് ഉണ്ടാക്കുന്ന ആളാണ്. പുള്ളി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തന്നു. പുള്ളി ഓൾറെഡി ഒരെണ്ണം സെറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് എടുത്തതാണ്. ഇത് കണ്ടില്ലേ, പുള്ളി മുക്കുന്നത്. ഇത് കളർ ചേഞ്ചിനാണ്. നമുക്ക് ഏത് കളർ വേണോ അതിനനുസരിച്ച് പുള്ളി മുക്കി കൊടുക്കണം. അങ്ങനെ പുള്ളി മുക്കി കൊടുത്ത് വീണ്ടും ആ ചൂടുള്ള ഐറ്റത്തിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ച് പിന്നെയും കുറേ നേരം തരും. അപ്പം ആ കളർ അതിൻ്റെ അകത്ത് മാറുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പുള്ളി നമ്മളോടൊന്നും പറഞ്ഞില്ല, നമ്മളൊന്നും ചോദിക്കണമെന്നില്ല, പക്ഷെ പുള്ളി എല്ലാം അങ്ങ് ചെയ്ത് കാണിച്ചു തരിക. പിന്നെ അത് പുള്ളി വായിൽ വെച്ച് ഊതുമ്പോൾ ഇത് കണ്ടില്ല, അതിൻ്റെ വലിപ്പം ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അതുപോലെ കളറും ചേഞ്ച്, ഇങ്ങനെ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അത് നമുക്കിങ്ങനെ മനസ്സിലാവുന്നുണ്ട്, ആ കളർ ചേഞ്ചിങ്. പുള്ളി ഊതി അതിൻ്റെ വലിപ്പം ഇങ്ങനെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല ചൂടായിരുന്നു നിൽക്കാൻ വേണ്ടി, കാരണം ആ തീ വരുന്ന സാധനത്തിന് എപ്പോഴും കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഇത് കണ്ടിട്ടില്ലാത്ത കൊണ്ടൊന്ന് കാണണമെന്നുള്ള ഇത് കാരണം നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ അങ്ങ് നിന്നു. ഒരു 3-4 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ പുള്ളി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് പുള്ളി എക്സ്പീരിയൻസ്ഡ് ആണെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് ഇത്ര പെട്ടെന്നൊക്കെ ചെയ്തിരുന്നത്. ഇത് വെള്ളമാണെന്ന് തോന്നുന്നു, പുള്ളി മുക്കി അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊള്ളിക്കുന്നുണ്ടായിരുന്നു. വിൻ്റർ ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ റൂമിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ സുഖം കിട്ടുമായിരിക്കും, തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ. പക്ഷേ ഇപ്പം
നമുക്ക് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ നമ്മളതങ്ങ് സഹിച്ചു നിന്നു. നമ്മുടെ മുഖത്തോട്ടങ്ങ് ഈ ചൂടൊക്കെ അടിക്കുമ്പോൾ നല്ല പാടായിരുന്നു. പക്ഷെ നമ്മളതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളത് കുറേ നേരം അതിൻ്റെ അകത്തങ്ങ് നിന്നു, പുള്ളി അത് ഉണ്ടാക്കുന്നത് വരെ. കണ്ടില്ലേ, അതിൻ്റെ നീളം ഇങ്ങനെ മാറി മാറി വരും. പുള്ളി അങ്ങനെ അനക്കും തോറും അതിങ്ങനെ നീങ്ങി നീങ്ങി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് തന്നെ. പുള്ളി അതെടുത്ത് ഷേപ്പ് ചെയ്യുവാന്ന് തോന്നുന്നു. അതിൻ്റെ ആ അറ്റം വെന്തിട്ട് കയ്യിൽ പിടിച്ച് പുള്ളി ഒരു കറക്കം തുടങ്ങി. നമ്മൾ പേടിച്ചു പോയി. ഞങ്ങൾ 3 പേരും ഒന്ന് പുറകോട്ടങ്ങ് വലിക്കും. അതെങ്ങാനും കയ്യിൽ നിന്ന് വിട്ടുപോയാൽ തീർന്നില്ലേ. നമ്മുടെ മേതോട്ടങ്ങാനും വന്ന് പോകണില്ല, ഇത്രയും ചൂടുള്ള സാധനമല്ലേ. പിന്നെയും പുള്ളി അത് ആ തീൻ്റെ അകത്തോട്ടങ്ങ് കയറ്റി. ഇത് കണ്ടില്ലേ, അതിൻ്റെ കളർ ഓരോ തവണ ഇങ്ങനെ ചേഞ്ച് ആവുന്ന കണ്ടില്ലേ. പിന്നെ എന്തേ പുള്ളി കയ്യിൽ പിടിച്ചിട്ട് ഒരു ഊത കണ്ടില്ല, ആ സാധനം ഇങ്ങനെ വീർത്ത് 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 വരുന്നുണ്ട്. പുള്ളി ഊതുന്നതനുസരിച്ച് കളറും ചേഞ്ച് ആവുന്നുണ്ടല്ലേ. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ചായിട്ട് വരുന്നുണ്ട്. പുള്ളിക്കിങ്ങനെ അത് കാണുമ്പോഴേ മനസ്സിലാവുമായിരിക്കും അത് ഓക്കെ ആയോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ പുള്ളി നൈഫ് എടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. സൈഡിങ്ങനെ ഉരച്ചു കൊടുത്ത് പുള്ളി അത് ഒരു തുണിയുണ്ട്, ആ തുണിയിലോട്ട് ഇങ്ങനെ വെച്ചപ്പോഴേ അതിങ്ങനെ കട്ടായിട്ട് പോന്നു. കണ്ടില്ലേ. പിന്നെ അതിൻ്റെ അറ്റം ഷാർപ്പായിരിക്കുമല്ലോ, അപ്പം അതൊന്ന് സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പുള്ളി തീ വെച്ചിട്ട് കുറച്ച് നേരം അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊള്ളിക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് പുള്ളി അതൊരു സാധനം വെച്ചിങ്ങനെ എടുത്തിട്ട് ആ ഒരു ബോക്സ് ഉണ്ടല്ലേ അതിൻ്റെ അകത്തോട്ട് അങ്ങ് കയറ്റി വെക്കും. ഇങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ടാണെന്നറിയില്ല, എന്തിനാണെന്നറിയില്ല. എന്തായാലും നല്ലൊരു രസമായിരുന്നു അത് കാണാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അപ്പുറത്തൊരു ഷോപ്പിലോട്ട് പോയി. അവിടെ കുറേ ഗ്രീറ്റിംഗ്സ് കാർഡ്സ്, പിന്നെ കുറേ ബുക്സ്, പിന്നെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ്, കമ്മലുകളും മലകളും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം ചുമ്മാ ഒന്ന് കയറി നടന്ന് കണ്ടു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചേഴ്സ്, കട്ടിലും ബെഡും കസേരയും പിന്നെ അല്ലാത്ത ഷീറ്റും അടുക്കളയിലോട്ട് വേണ്ട കുറേ ഷീറ്റുകൾ ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ ഉടുപ്പുകൾ, ഗ്ലൗസ്, അങ്ങനെ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ എല്ലാം ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഇറങ്ങി പോകുന്ന വെച്ച് ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയേക്കാമെന്ന് കരുതി അങ്ങ് ഇറങ്ങി. അപ്പോഴാണ് ഫ്രണ്ട് പറഞ്ഞ് അവിടെ അടുത്തൊരു ലേക്ക് ഉണ്ടെന്ന്, പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് ചെന്ന് ചുമ്മാ കുറച്ച് നേരം, എന്തായാലും സമയമുണ്ടല്ലോ, കുറച്ച് നേരം അതിൻ്റെ നിന്ന് കളിച്ച് ചിരിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അവൾ നല്ല പേടിച്ചിട്ടാണ് കയറണേ, കാരണം അതെങ്ങാനും താഴോട്ട് വീഴുപോകുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ പതുക്കെ പോയി. പിന്നെ ഫ്രണ്ട് പറഞ്ഞ് പേടിക്കുകയൊന്നും വേണ്ട, ഇതിങ്ങനെയാണ്, അത് ഇച്ചിരി അനങ്ങുകയൊക്കെ ചെയ്യും നമ്മളിങ്ങനെ നടക്കുന്നതനുസരിച്ച്. അപ്പോൾ അതങ്ങനെയാണ്, പേടിക്കുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഫ്രണ്ട് ഒരുപാട് നേരം അതിൻ്റെ അകത്ത് ഇങ്ങനെ തുള്ളി നമ്മൾ അനക്കി. നമ്മൾ കുറേ നേരം കളിച്ചു. പിന്നെ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോകളൊക്കെ എടുത്ത് ഫ്രണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.